എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരുന്നത് പേജ് നമ്പർ 7 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഓഫ് ദ ഫോം 6q + 1, 6q + 3 ആൻഡ് 6q + 5 where q is some integer. ഇത് ഞാൻ തുടക്കം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു തോന്നുന്നു. ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ എടുത്താലും അതിനെ നമുക്ക് 6q + 1, 6q + 3, 6q + 5 എന്ന ഫോമിൽ എഴുതാൻ പറ്റും. അത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ എന്താണ്? ഓഡ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് 1, 3, 5, 7, 9, 11 എക്സെട്ര. ഇതാണ് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് അല്ലേ? ഇതിലെ ഓരോന്നും 6q + 1, 6q + 3, 6q + 5 ഫോമിൽ ആണെന്നാണ് ഈ ഫോമിൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് ഓഡ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മെത്തേഡ് 1, മെത്തേഡ് 2. നിങ്ങളുടെ ടെസ്റ്റിൽ വേറൊരു മെത്തേഡിലാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഫസ്റ്റ് മെത്തേഡ് 1 എന്താണ്? നമ്മുടെ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണ്. 7, 9, 11 എക്സെട്ര. ഓരോ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജറിനെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. എന്തുകൊണ്ടാണ് ഞാൻ 6 എടുത്തേ? ഓരോ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ആദ്യം 1 എടുത്തു, അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ 6 കൊണ്ട് എന്തിനാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്? ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, ഈ ഫോമിലാണല്ലേ. അപ്പോൾ ഈ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഈ 6q + 1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു ഓഡ് ഇൻറ്റീജർ അല്ലേ, ആ ഓഡ് ഇൻറ്റീജർ 6q + 1 ഫോമിലാന്ന് പറയണമെങ്കിൽ ഇതെന്താണ്? ഡിവിഡൻഡ് ഈക്വൽ ടു ഇല്ലേ? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ. കണ്ടോ? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ 6 ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഡിവിഷൻ ലെമ്മ തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ 6 കൊണ്ട്, ഒരു ഓഡ് ഇൻറ്റീജറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഡിവിഷൻ ലെമ്മ തിയറം വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ 6 എന്ന് കാണിക്കുന്നത് എല്ലാം എന്താണ്? ഡിവൈസർ ആണ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് ഓഡ് ഇൻറ്റീജേഴ്സിനെ. ഫസ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാണ്? 1. 1നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 1നകത്തോട്ട് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യും ഇല്ലേ? നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ കോഷ്യൻ കിട്ടാൻ വേണ്ടി 0 കൊണ്ട് ഇൻറ്റു ചെയ്ത് 0 × 6 0, റിമൈൻഡർ 1 അല്ലേ? നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാ? 3. 3യെ 6 കൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? അവർ തന്നിട്ടുണ്ട് അല്ലേ ഫോമിൽ. ഈ ഫോമിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോമിൽ എന്ന് പറയുമ്പോൾ ഇത് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഫോം. അപ്പോൾ ഇവിടുത്തെ ഡിവൈസർ എന്താണ്? 6 ചെയ്തു. 6 ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ 0 ഇട്ട് കൊടുത്തു. 0 × 6 കാരണം ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പം ഞാനൊരു കോഷ്യൻ കിട്ടാൻ വേണ്ടി 0 കൊടുത്തു. 0, 3. ഓക്കെ, നെക്സ്റ്റ് ഓഡ് ഇൻറ്റീജർ ഏതാ? 5. അപ്പോൾ 5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പോസിബിൾ ആണോ? ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല, പ്ലസ് നമ്പർ അല്ലേ. അപ്പോൾ ഞാനൊരു കോഷ്യൻ കിട്ടാൻ വേണ്ടി 0 ഇട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടി. നെക്സ്റ്റ് 9 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടി അല്ലേ? നെക്സ്റ്റ് 11നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 5 കിട്ടി.
അങ്ങനെ ഓരോന്ന്. അപ്പം ഞാനിതൊന്നും കൂടി എടുത്ത് എഴുതുകയാണ്. 1 ഇവിടുത്തെ ഇത് ഓരോ പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ് അല്ലേ. 1, 3, 5, 7, 9, 11 ഇതെല്ലാം ഡിവിഡൻഡ് അല്ലേ. അപ്പം അതിന് ഓരോന്നായിട്ട് ഡിവിഡൻഡ് ഈക്വൽ ടു, ഇതിനകത്ത് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് അല്ലേ, പ്ലസ് റിമൈൻഡർ. അങ്ങനെ കിട്ടി. അടുത്തത് എന്താ? 3. 1 കഴിഞ്ഞ നെക്സ്റ്റ് ഓഡ് ഇൻഡിജർ ഏതാണ്? 3. 3 ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് ഇല്ലേ, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ. നെക്സ്റ്റ് എന്താണ്? 1, 3 നെക്സ്റ്റ് ഓഡ് ഇൻഡിജർ ഏതാണ്? 5. 5 ഈക്വൽ ടു ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ 5 അല്ലേ. നെക്സ്റ്റ് ഓഡ് ഇൻഡിജർ ഏതാ? 1, 3, 5 അടുത്തത് 7. നെക്സ്റ്റ് 7 കോഷ്യന്റ് എന്താണ്? അല്ല ഡിവിഡൻഡ് എന്താണ്? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നെക്സ്റ്റ് ഓഡ് ഇൻഡിജർ ഏതാ? 9. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. 1, 3, 5, 7, 9 നെക്സ്റ്റ് ഓഡ് ഇൻഡിജർ ഏതാ? 11. അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അങ്ങനെ കുറച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം കിട്ടുന്ന രീതി ചെയ്തു. ഇതൊന്ന് നോക്കിക്കേ. ഇതിൻ്റെ എല്ലാം LHS സൈഡ് എന്താണ്? LHS സൈഡ് എന്താണ്? പോസിറ്റീവ് ഓഡ് ഇൻഡിജർ അല്ലേ. പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ആണ്. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ആണ് LHS. RHS എന്താണ്? നമുക്കിത് ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഇത് ഈ ഫോം എന്ന് പറയുമ്പോൾ ഡിവൈസർ 6 ആണ്. സെയിം ആണല്ലേ. 6 കോൺസ്റ്റന്റ് ആയിട്ട് വന്നു. അപ്പോൾ 6 ഇൻറ്റു 0, 1, 2, 3 അങ്ങനെ പോകുന്നത് എന്താണ്? Q is some integer. കോഷ്യന്റ് അല്ലേ. നോക്കിക്കേ, 0 കിട്ടി, 1 കിട്ടി, അടുത്തത് ചെയ്താൽ 2 കിട്ടും, പിന്നെ 3 അങ്ങനെ Q വേരി ചെയ്തു. Q എന്ന് പറയുന്നത് എന്താണ്? കോഷ്യന്റ്. അപ്പം 0, 1, 2, 3 അത് കോഷ്യന്റ് പ്ലസ് 1ഉം 7ഉം ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 1 എന്ന് പറയുന്ന ഓഡ് ഇൻഡിജറും 7 എന്ന് പറയുന്ന ഓഡ് ഇൻഡിജറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 1 അപ്പം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ഇസ് ദ ഫോം 6Q + 1. അത് മാത്രമാണോ ചോദിച്ചിരിക്കുന്നത്? ഇനി 6Q + 3 ഫോമും ഉണ്ട്, 6Q + 5 ഫോമും ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കാം. ഇതും ഒരു പോസിറ്റീവ് ഓഡ് ഇൻഡിജർ അല്ലേ, LHS സൈഡ്. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് ഓഡ് ഇൻഡിജർ അല്ലേ. RHS എന്താ പറഞ്ഞിരിക്കുന്നത്? 6Q + R, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് R. ഇവിടുത്തെ ഡിവൈസർ സെയിം ആണല്ലേ, കോൺസ്റ്റന്റ് 6. കോഷ്യന്റ് വേരി ചെയ്യത്തില്ലേ? 0, 1, 2, 3 അങ്ങനെ വേരി ചെയ്യുന്നു. അപ്പോൾ കോഷ്യന്റ് പ്ലസ് ഇങ്ങനെയുള്ള കുറച്ച് ഇടവിട്ടുള്ള ആ ഓഡ് ഇൻഡിജേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടി. കണ്ടോ? അപ്പോൾ 6Q + 1 ഫോം കിട്ടി, 6Q + 3 ഫോം കിട്ടി. നെക്സ്റ്റ് 5നെയും 11 അതാ ഞാൻ 3 എണ്ണം വീതം നോക്കിക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പറയുമ്പോൾ എവിടം വരും റിമൈൻഡേഴ്സ്? <6 വരെ റിമൈൻഡറിൻ്റെ വാല്യൂ. <6 എത്ര? 5. റിമൈൻഡർ 5 വരെ കിട്ടും. അതുകൊണ്ടാണ് ഞാനത് 3 ഇതായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ LHS എന്ത് കിട്ടും? 5, 11 എന്താണ്? ഒരു പോസിറ്റീവ് ഓഡ് ഇൻഡിജർ ആണല്ലേ. പോസിറ്റീവ് ഓഡ് ഇൻഡിജർ. റൈറ്റ് സൈഡ് എന്താണ്? 6 ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. 6, 0, 1, 2, 3 അതെന്താണ്? കോഷ്യന്റ് പ്ലസ് ഇതിനെയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 5. മനസ്സിലായി കാണും അല്ലേ? ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ് 6Q + 1
6³ + 3 6³ + 5 എന്ന ഫോമിലാണ്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ഇങ്ങനത്തെ ഈ ഒരു മോഡൽ ഏതൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും, ഉറപ്പായിട്ടും എക്സാമിൽ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾക്ക് മെത്തേഡ് 1 മെത്തേഡ് 2 ടീച്ചറിനോട് ചോദിച്ചിട്ട് ഏതാണോ എളുപ്പം അത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഏത് മെത്തേഡ്, 2 മെത്തേഡ് ചെയ്താലും ശരിയാണ്. അപ്പോൾ മെത്തേഡ് 1 എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് എടുക്കുക, അതിനെ ഓരോന്നും നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അണ്ട് ഇതെല്ലാം ഒരു കുറേ നമ്പേഴ്സ്, ഇവിടെ ഞാനിപ്പോൾ 6 എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു 6 ഓഡ് ഇൻറ്റീജറെങ്കിലും എടുത്തിട്ട് അതിനെ തന്നിരിക്കുന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ എടുത്തെഴുതണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം റിമൈൻഡർ ആണ് വേരി ചെയ്യുന്നുണ്ട്. പലതിനും പല റിമൈൻഡർ, ചിലതിനൊക്കെ സെയിം ആയിരിക്കും. അപ്പം നോക്കിക്കേ, ഇവിടെ പക്ഷേ വേരി ചെയ്യുന്നു. 1 3 5 1 3 5, അടുത്ത ചെയ്താലും 1 3 5, അങ്ങനെ 3 ഇതിലായിട്ട്. അപ്പം 3ആയിട്ട് കുളം തിരിച്ച് ആ 1 കിട്ടുന്നതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചിടുക. 3 റിമൈൻഡർ കിട്ടുന്ന എല്ലാം കൂടെ ഒരുമിച്ചിടുക. 5 ഇപ്പോൾ 2 എണ്ണ ഉള്ളായിരുന്നെങ്കിൽ ഈ 2 സെക്ഷനിലായിട്ട് എഴുതുക. ഇവിടെ ഇപ്പം 3 റിമൈൻഡർ കിട്ടി, അപ്പം 3 കോളത്തിലായിട്ട് എഴുതുക. കണ്ട് കാണിക്കുക ഇതിൻ്റെ LHS എല്ലാം പോസിറ്റീവ് ഓഡ് ഇൻറ്റീജറാ, ഇതിൻ്റെ RHS എല്ലാം ഇന്ന ഫോമിലാണ്. ഓക്കെ. പക്ഷേ കഴിവതും ടെസ്റ്റിൻ്റെ ആ മെത്തേഡ് തന്നെ ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ രീതി ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി ടെസ്റ്റിലെ മെത്തേഡ് 2 ചെയ്യാം. ഓക്കെ. ടെസ്റ്റിലെ മെത്തേഡ് എന്താണ്? മെത്തേഡ് 2. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത് നമ്മളിപ്പം അതിനെ എന്നെടുക്കുക. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ. ഓക്കെ. എ എന്ന് പറയുന്നത് എയുടെ വാല്യൂ അപ്പോൾ എന്തൊക്കെ വരും? എയുടെ വാല്യൂ 1. ഓഡ് ഇൻറ്റീജർ അല്ലേ, ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 5 7 9 11 എക്സെട്ര. എയുടെ വാല്യൂസ് ഇതൊക്കെയാണ് അല്ലേ. ഇവിടെ ബി എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ 6 കിട്ടി അല്ലേ. നമ്മളിവിടെ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ഡിവിഷൻ ലെമ്മ തിയറം. അതായത് ഏതൊരു ഓഡ് ഇൻറ്റീജറിനെ, ഫസ്റ്റ് ഞാനിപ്പോൾ 1 എടുത്തു, 1നെ ഇവിടെ ഡിവൈസർ 6 തന്നിട്ടുണ്ട്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മുമ്പ് ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഈ 1 3 5 അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം കോമൺ ആയിട്ട് എ എന്ന് എഴുതുന്നു. എയുടെ വാല്യൂസ് ഇതൊക്കെയാണ്, ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പം ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ. ഇതിൽ ഏത് വാല്യൂ ആയിക്കോട്ടെ. നമ്മുടെ ഡിവൈസർ എന്താണ്? 6. ഇനി ഇതിലോട്ട് ഞാൻ ആ ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്യുക. അപ്ലൈ ഡിവിഷൻ ലെമ്മ തിയറം. ഡിവിഷൻ ലെമ്മ തിയറം. ഓക്കെ. നോക്കിക്കേ, എ ഡിവൈഡഡ് ബൈ 6. ഏതൊരു നമ്പറിനെ ആയാലും വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും കോഷ്യൻ്റ് കിട്ടും. ഇവിടെ ഇപ്പം എ എന്ന് പറയുന്നത് നമ്മൾ ഏത് നമ്പർ കൊടുത്താലും അല്ലേ. അപ്പോൾ നമ്മൾ കോഷ്യൻ്റ് ക്യൂ എന്നങ്ങ് എഴുതി. റിമൈൻഡർ എന്ത് കിട്ടി? 6 അല്ലേ. ഇതല്ലേ നമ്മുടെ ഡിവിഷൻ ലെമ്മ പറയുന്നത്. അതായത് എ ഡിവൈഡഡ് ബൈ ബി ചെയ്യുമ്പോൾ, അതായത് ഡിവൈസർ ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യൻ്റും കിട്ടും, റിമൈൻഡറും കിട്ടും. അപ്പോൾ അവിടെ എന്തൊക്കെ കിട്ടി? എയിനെയും ബിയിലോട്ടും ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ദെയർ എക്സിസ്റ്റ് ക്യൂ ആൻഡ് ആർ. 2 ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ക്യൂ ആൻഡ് ആർ. വേർ ആർ ഈക്വൽ ടു, അതായത് ഇങ്ങനെ ക്യൂവും ആറും കിട്ടി. ക്യൂവിൻ്റെ വാല്യൂ എന്താ? 0 1 2 3 അങ്ങനെ അങ്ങ് പോകും ഇല്ലേ. ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. ആറിൻ്റെ വാല്യൂസ് എന്താണ് കിട്ടുന്നത്? അപ്പോൾ ആറിൻ്റെ വാല്യൂസ് ഇവിടെ കിട്ടും. അത് നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യണം. ഒരു മിനിറ്റ്. ഈ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു, ഓക്കെ ഞാൻ അത് എഴുതാൻ മറന്നുപോയി. എ ഈക്വൽ ടു ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ അല്ലേ. ഈ ഫോമിലാണ്. അപ്പം എയിലോട്ടും ബിയിലോട്ടും നമ്മൾ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഇത് കിട്ടും.
അവിടെ എന്താണ് രണ്ട് നമ്പേഴ്സ് വരുന്ന ഏതൊക്കെയാണ്? കോഷ്യന്റും കിട്ടും, റിമൈൻഡറും കിട്ടും. ഈ റിമൈൻഡറിന്റെ വാല്യൂ എവിടം വരെ വരും? എന്തൊക്കെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? ഡിവിഷൻ ലെമ്മ പറഞ്ഞ എന്താണ് കണ്ടീഷൻ? എന്തായിരുന്നു? ഒന്നെങ്കിൽ റിമൈൻഡർ ഡിവൈസറിനെക്കാട്ടിലും ലെസ്, അല്ലെ? റിമൈൻഡർ ലെസ് താൻ ഡിവൈസർ. ഇവിടുത്തെ ഡിവൈസർ എന്താണ്? 6. അപ്പോൾ 6-നെക്കാട്ടിലും കുറവ് ഉള്ള നമ്പർ, തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 5. അപ്പോൾ 5 വരെ വരും. എവിടെ മുതൽ? ഇവിടെ എന്താണ് കണ്ടീഷൻ തന്നിരുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിബിൾ നമ്പേഴ്സ് ഇതൊക്കെയാണ്. 0 വരും, 1 വരും, 2, 3, 4, 5. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5. 5 വരെ. 6 വരുമോ? ഇല്ല, ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 6 വരത്തില്ല, ഈക്വൽ ഇല്ല അല്ലേ? അപ്പോൾ ഡിവൈസറിനെക്കാട്ടിലും ചെറിയ നമ്പറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരെ വരും. ഓക്കെ, ആറിൻ്റെ വാല്യൂസ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. എ ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആയാലും ബി 6 ആണ് തന്നിട്ടുണ്ട് ഡിവൈസർ. അപ്പോൾ എനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റും റിമൈൻഡറും കിട്ടി. റിമൈൻഡറിന് വരാൻ ചാൻസ് ഉള്ള പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ 6 ലെസ് ദാൻ 6, അതായത് 6-ന് തൊട്ട് മുമ്പ് വരെയുള്ള നമ്പേഴ്സ് എവിടെ തുടങ്ങണം? 0 മുതൽ. അപ്പോൾ 0, 1, 2, 3, 4, 5 വരെ റിമൈൻഡർ വരും. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം, അല്ലേ? കാരണം ക്യൂ വേരി ചെയ്യും, 0, 1, 2, 3 അതവിടെ നിൽക്കട്ടെ. പക്ഷെ റിമൈൻഡറിന് പോസിബിൾ വാല്യൂ, എയുടെ വാല്യൂ എങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യാൻ ബി റിട്ടൺ ആസ്, അല്ലേ? എങ്ങനെയൊക്കെ എഴുതാം? ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. 6 ഇൻറ്റു ക്യൂ പ്ലസ് ആദ്യത്തെ റിമൈൻഡറിൻ്റെ വാല്യൂ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഇനി എ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു ക്യൂ 1 കൊടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് 2 കൊടുത്തു. അപ്പോൾ എയുടെ വാല്യൂ എന്ത് എഴുതാം? 6 ഇൻറ്റു ക്യൂ പ്ലസ് 2. അടുത്ത വാല്യൂ 3 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? എയുടെ വാല്യൂ 6 ഇൻറ്റു ക്യൂ പ്ലസ് 3. നെക്സ്റ്റ് 4 കൊടുത്തു. 6 ഇൻറ്റു ക്യൂ പ്ലസ് 4. നെക്സ്റ്റ് 5 കൊടുത്തു. 6 ഇൻറ്റു ക്യൂ പ്ലസ് 5. അപ്പോൾ എയെ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആയാലും ഈ 3 ഫോം വരുമെന്നാണ് പറഞ്ഞത്. അതായത് റിമൈൻഡർ 1 കിട്ടും, 3 കിട്ടും, 5 കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ഈ കേസസ് നോക്കിക്കേ. റിമൈൻഡർ 0 കിട്ടി, റിമൈൻഡർ 2 കിട്ടി, റിമൈൻഡർ 4 കിട്ടി. ഈ ഫോമിനെ ഒരു സിമ്പിൾ ആക്കിക്കൂടെ? സിംപ്ലസ്റ്റ് ഫോം ആക്കിക്കൂടെ നമുക്ക്? സിസ്ക്യൂനെ നമുക്ക് എന്തെഴുതാം? ഇവിടെ നോക്കിക്കേ, സിസ്ക്യൂ പ്ലസ് 2 ഇത് കോമൺ ആയിട്ട് നമുക്ക് 2 പുറത്തെടുക്കാം. സിസ്ക്യൂ പ്ലസ് 4 കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാം. പക്ഷേ സിസ്ക്യൂ പ്ലസ് 1 കോമൺ ആയിട്ട് 6-ൻ്റെയും 1-ൻ്റെയും കോമൺ ആയിട്ട് എന്തെങ്കിലും പുറത്തോട്ട് എടുക്കാനുണ്ടോ? ഇല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സിസ്ക്യൂ പ്ലസ് 2. അപ്പോൾ സിസ്ക്യൂവിനകത്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിലില്ല, 2 ഇൻറ്റു 3. സിസ്ക്യൂ പ്ലസ് 2 ഇതിനെ നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, 2 കോമൺ ആയിട്ട് എടുക്കുമ്പം 3q പ്ലസ് ഇതിനകത്ത് 3q, ഇത് 2 പോകുമ്പോൾ 1. ഓക്കെ, ഇതോ കോമൺ ആയിട്ട് എടുത്തു, 2 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? 3q പ്ലസ് 2. അതായത് ഇതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിൽ നമ്മൾ എത്തിച്ചു. പക്ഷെ ഇതിനെയൊക്കെ ഇത് ഈ 3 നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ 3 നമ്മൾ സിമ്പിളായിട്ട് എഴുതി. ഇത് നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് തെളിയിച്ചതേ ഉള്ളൂ. ഏതൊരു ഈവൺ ഇൻറ്റീജറും 2q ഫോമിലാണ്, അല്ലേ? ഏതൊരു ഈവൺ ഇൻറ്റീജറും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഡിവൈസർ 2 ആണെങ്കിൽ അതെന്താണ്? 2q ഫോമിലാണ്. ഈ 3q എന്ന് പറയുന്നത് q ഏതൊരു ഇൻറ്റീജർ, ഇപ്പം ക്യൂവിൻ്റെ വാല്യൂ 2 ആണെന്ന് വെച്ചോ. 3 ഇൻറ്റു 2 6, അല്ലേ? അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്താ? 6 എന്ന് പറയുന്നൊരു ഇൻറ്റീജർ അല്ലേ? ഇവിടെയും ക്യൂവിൻ്റെ വാല്യൂ 2 എന്ന് വെച്ചോ. 6 + 1 7.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വന്നു 7. അപ്പോൾ 7 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അല്ലേ, അപ്പോൾ അതൊരു 2 × Q ഫോമിലല്ല, 2Q ഫോം. ഇത് ചെയ്താലും ഒരു ഇൻറ്റീജർ തന്നെയല്ലേ കിട്ടുന്നത്. Q എന്താണ്? ഒരു ഇൻറ്റീജർ. ഇനി 2 × ഇത് ഇത്രയും ചെയ്യുമ്പോൾ Qന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ ഇത്രയും ഭാഗം ഒരു ഇൻറ്റീജർ ആയിട്ട് കിട്ടും. അപ്പോൾ 2Q. അപ്പോൾ എല്ലാം 2Q ഫോമിലല്ലേ. ആ 2Q ഫോം വരുന്ന എപ്പോഴാണ്? വെൻ ദ ഇൻറ്റീജർ ഈസ് ഈവൺ ആവുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് സിമ്പിൾ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. മനസ്സിലായോ? ഓഡ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഓഡ്. അപ്പോൾ ടെസ്റ്റിലെ ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? എന്താണ്? ഏതൊരു ഓഡ് ഇൻറ്റീജർ ആയിട്ട് എടുത്താലും ഇല്ലേ, പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സിനെ നമ്മൾ എ എന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓഡ് ഇൻറ്റീജേഴ്സിൻ്റെ വാല്യൂ ഇങ്ങനെ. പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ, അപ്പോൾ ഡിവൈസർ എന്ത് തന്നു? ഇവിടെ 6 എന്ന് കിട്ടി. ഇങ്ങനെ ഓഡ് ഇൻറ്റീജർ ഈവൺ ഇൻറ്റീജർ എന്ന് വരുമ്പോൾ നമുക്ക് ഡിവൈസർ 6 ആയിട്ട് എടുക്കാം. ഇനി സ്ക്വയർ, ക്യൂബിക് അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ ചെയ്യുന്ന വേറൊരു രീതി, അത് പറഞ്ഞുതരാം. അപ്പോൾ ബൈ ബി = 6 ചെയ്ത് അപ്ലൈ ഡിവിഷൻ ലെമ്മ, ഇതിലോട്ട് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ഡിവിഡൻഡ് = ഡിവൈസർ × കോഷ്യൻ പ്ലസ് റിമൈൻഡർ. എന്നിട്ട് ഇവിടെ വരാൻ പറ്റുന്ന ആറിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. എങ്ങനെ വരും? ഡിവൈസറിനേക്കാളും കുറവുള്ള നമ്പർ വരെ വരും. എന്നിട്ട് ഈ എഴുതിയ അതിനകത്തോട്ട് ആറിൻ്റെ വാല്യൂസ്, പോസിബിൾ വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ന് പറയുന്ന ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയാലും ഡിവിഡൻഡ് = ഡിവൈസർ × കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആ ഫോമിൽ എഴുതി. അപ്പോൾ ഇവിടെ കുറേ റിമൈൻഡർ വന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഈ 3 എണ്ണേ തന്നിട്ടുള്ളൂ, ഈ ഫോമിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് നോക്കിയപ്പോൾ നമുക്ക് ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ പറ്റുന്ന 3 എണ്ണം ഉണ്ടായിരുന്നു. അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും 2Q ഫോമിലാണ്. 2Q ഫോം എന്ന് പറയുന്നത് എന്താണ്? ഈവൺ ഇൻറ്റീജർ ആകുമ്പോഴാണ്. അപ്പോൾ ബാക്കിയെല്ലാം എന്തായിരിക്കും? ഓഡ് ഇൻറ്റീജർ. മനസ്സിലായോ? അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആൻ ആർമി കണ്ടിജന്റ് ഓഫ് 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അതായത് ഒരു മാർച്ച് നടക്കുകയാണ്. അതിൽ 616 മെമ്പേഴ്സ് ആർമി കണ്ടിജന്റ് മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 32 ആർമി ബാൻഡ് മെമ്പേഴ്സ് ഉണ്ട്. ഈ 2 കൂട്ടരും ഉണ്ട് അല്ലേ? ഫസ്റ്റ് പോകുന്നത് ആരാണ്? ആർമി ബാൻഡ് മെമ്പേഴ്സ് ആണ് ഫസ്റ്റ് പോകുന്നത്. അപ്പം ആദ്യം ആർമി, ഇപ്പോൾ ഒരു മാർച്ച് നടക്കുകയാണ്. ആ മാർച്ചിനകത്ത് ആദ്യം ബാൻഡ് മെമ്പേഴ്സ് പോകുന്നു. ആദ്യം ബാൻഡ് മെമ്പേഴ്സ് പോയി. ഇപ്പോൾ ഇത്രയും ഉണ്ടെന്ന് വെച്ചോ, ഇത്രയും ആൾക്കാർ ഇങ്ങനെ പോവാം, ആദ്യം പോവാം. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആര് വരണം? ആർമി കണ്ടിജൻസ് വരണം. ആർമി മെമ്പേഴ്സ് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വരണം. അപ്പം ആദ്യം ബാൻഡ് മെമ്പേഴ്സ് പോയി, പിന്നെ ആർമി മെമ്പേഴ്സ് പോയി. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? അവർ 2 കൂട്ടരും സെയിം നമ്പർ ഓഫ് കോളത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ആദ്യം പോകുന്നത് ആരാണ്? ബാൻഡ് അല്ലേ? ഇപ്പോൾ ഞാനിവിടെ ഒരു 4 റോ ആയിട്ട് ഒരു എക്സാമ്പിളാണ്, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പം 4 കോളമായിട്ടാണ് പോകുന്നതെന്ന് വെച്ചോ. 4 കോളമായിട്ട് ഇവിടെ എല്ലാ ആൾക്കാരും നിൽക്കും ഇങ്ങനെ. ആദ്യം പോകുന്നത് എന്താണ്? ബാൻഡ് മെമ്പേഴ്സാണ്. അപ്പം ബാൻഡ് മെമ്പേഴ്സ് എത്ര ഉണ്ട്? 32 ഉണ്ട്. അപ്പോൾ 1ാമത്തെ ആൾ ഇവിടെ നിന്നു, 2ാമത്തെ ആൾ ഇവിടെ, 3ാമത്തെ ആൾ ഇവിടെ, 4ാമത്തെ ആൾ. അങ്ങനെ ഇവിടം കൊണ്ട് ഈ 32 കംപ്ലീറ്റ് ചെയ്തു. ഈ 32 മെമ്പേഴ്സിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആര് വരണം? ഈ 616 ആർമി മെമ്പേഴ്സ് വരണം. അപ്പോൾ ആർമി മെമ്പേഴ്സ് 616 ഇവിടെ തൊട്ട് പിന്നിലായിട്ട് ഈ ഒരു കോളത്തിൽ കംപ്ലീറ്റ് ആകണം. 1 2 3 4 അങ്ങനെ അവസാനം 616 വരെ വരണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതല്ലല്ലോ ക്വസ്റ്റ്യൻ. സെയിം നമ്പർ ഓഫ് കോളത്തിൽ വരണം. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ്
ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച്. അതായത് നമുക്ക് സെയിം നമ്പർ ഓഫ് കോളം വരണം. സെയിം നമ്പർ ഓഫ് കോളം എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളം നമ്പേഴ്സ്? മാക്സിമം നമ്പർ ഓഫ് കോളംസ്. മാക്സിമം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴെന്നല്ല, ഹയർ സ്റ്റഡീസിലായാലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ന് കണ്ടോ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? HCF തന്നെ ആയിരിക്കും. അതായത് മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ കോമൺ ഫാക്ടേഴ്സ് കുറേ ഉണ്ട്, അതിൽ ഹയസ്റ്റ് നമ്പർ, അതല്ലേ മാക്സിമം. അപ്പം മാക്സിമം കോളം വരിക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഇപ്പം നിങ്ങൾക്ക് പഠിക്കണ്ട എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇനി എപ്പോഴെങ്കിലും നിങ്ങളിത് മിനിമം എന്ന് കാണുവാണെങ്കിൽ LCM, നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഫർദർ സ്റ്റഡീസിന് നമുക്കത് ഈ മാക്സിമം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ HCF കണ്ടുപിടിക്കണം. മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് എന്നൊക്കെ വരുവാണെങ്കിൽ LCM കണ്ടുപിടിക്കണം. ഓക്കെ, അതിപ്പോൾ പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കണം. അപ്പം ഗ്രേറ്റർ നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? മാക്സിമം നമ്പർ ഓഫ് കോളം കണ്ടുപിടിക്കണം. മാക്സിമം എന്ന് ഉദ്ദേശിക്കുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. നോക്കിക്കേ, 32 ഗ്രേറ്റർ നമ്പർ അല്ലേ? ഡിവിഷൻ പോസിബിൾ ആണ്. എത്ര ടൈംസ്? 1 ടൈംസ് 2 എഴുതിയാൽ ഇവിടെ 64 ആവും അല്ലേ? അപ്പോൾ 1 ടൈംസ് 32. നോക്കുമ്പോൾ ഇവിടെ 9 കിട്ടും. ഇവിടെ 5-ന് 3 പോയാൽ 2, 6. 29 ഇതിനകത്തോട്ട് പോസിബിൾ അല്ല, അപ്പോൾ 6 ഇറക്കി. നോക്കിക്കേ, അപ്പോൾ ഇനി ഇതിനകത്ത് 32 പോസിബിൾ ആണ്. എത്ര ടൈംസ്? അപ്പോൾ 32നെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുവാണെങ്കിൽ 320 ഇതിനേക്കാളും ഗ്രേറ്റർ നമ്പർ ആവും. അപ്പോൾ ഡിവിഷൻ അത് പോസിബിൾ അല്ല. അപ്പോൾ 32നെ 10ന് തൊട്ട് മുമ്പുള്ള നമ്പർ കൊണ്ട് ചെയ്ത് നോക്കാം. 288. ഓക്കെ, അപ്പം 9 ടൈംസ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് 1 പോകുമ്പോൾ 16-ന് 16 8 പോകുമ്പോൾ 8. അപ്പോൾ ഡിവിഷൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പായി അല്ലേ? കാരണം എന്താ? 32നേക്കാളും ലെസ്സായിട്ടുള്ള നമ്പർ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അപ്പം ഇവിടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യണം. ഇവിടെ റിമൈൻഡർ 0 കിട്ടിയോ? ഇല്ല. അപ്പോൾ ഇതിനെ ഡിവൈസർ ആക്കിക്കൊണ്ട് ഇതിൻ്റെ ഡിവൈസറിനെ നോ ഡിവിഡൻ്റ് ആക്കും അല്ലേ? 4 4 × 8 32. റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമുക്ക് HCF എന്ത് കിട്ടി? HCF = 8. കാരണം എന്താണ്? റിമൈൻഡർ 0 കിട്ടുന്ന ഡിവിഷനിലെ ഡിവൈസറാണ് HCF. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 8 അല്ലേ? രണ്ട് കൂട്ടരെയും ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം നമ്പർ ഓഫ് കോളം എത്രയാണ്? 8. മാക്സിമം നമ്പർ ഓഫ് കോളംസ് = 8. മനസ്സിലായിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്സ് വിത്ത് ശിവാനി ശിവ. അതുപോലെ മറ്റ് CBSE മറ്റ് സ്കൂളിലെ കുട്ടികൾക്കായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.